ഈത്തപ്പഴം കഴിഞ്ഞ പോലെ ഇവിടുത്തെ അടച്ചോനെ കുറച്ച് കുടിച്ചാൽ ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കോട്ടയ്ക്കിൽ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോയത് തന്നെ. തിരിച്ചു വരുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയാണ്, നമ്മുടെ കുറുകത്താണിയിൽ എടരിക്കോട് പഞ്ചായത്ത്, അതായത് മലപ്പുറം ഡിസ്ട്രിക്ട് എടരിക്കോട് പഞ്ചായത്ത് കുറുകത്താണിയിൽ മദീന ഹൈപ്പർ മാർക്കറ്റ്, മദീന സൂപ്പർ മാർക്കറ്റിൻ്റെ, അതേപോലെ തന്നെ നമ്മുടെ ഹയാത്ത് ഓഡിറ്റോറിയത്തിൻ്റെ ഒക്കെ തൊട്ടടുത്ത് തന്നെ നല്ലൊരു കഫേ ഉണ്ട് ഇവിടെ. അതായത് നിഹാസ് കഫേ, നമ്മുടെ ഹുസൈൻ കാക്കാന്റെ ഷോപ്പാണത്. ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പാനീയങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഉപ്പിലിട്ട ഒരുപാട് ഐറ്റംസുകൾ, അതുപോലെ തന്നെ ഒരു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് വീഡിയോ സ്വാഗതം. അപ്പൊ എന്ത് സംഭവം എന്ന് വെച്ചാല്, ഇത് ശരിക്കും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട്, കാരണം ഇവിടെ രാത്രിയിലൊക്കെ ഭയങ്കര ആളായിരുന്നു. ഇപ്പൊ ഒരു 8-9 മണി വരെ നോമ്പ് തുറന്ന മുതൽ ഇപ്പൊ ഇതുവരെ തിരക്കായിരുന്നു. നമ്മൾ കുറച്ച് ആളുകളൊക്കെ ഒഴിയാൻ വേണ്ടി ഇത്ര വെയിറ്റ് ചെയ്തത്. അപ്പൊ ഇത് ആരും മിസ് ചെയ്യരുത്. നമ്മുടെ കടങ്ങാത്ത കൊണ്ടുവന്ന് കോട്ടക്കിലേക്ക് പോകുമ്പോൾ കുറുകത്താന ഈ ഷോപ്പുള്ളത്. ജസ്റ്റ് ഇതിന്റെ കോൺടാക്ട് നമ്പർ കാര്യം ഇതിമ്മ കൊടുക്കുക. ഇത് ബൾക്ക് ഓർഡർ ആയിട്ടും പാർട്ടി ഓർഡർ എല്ലാം സ്വീകരിക്കുന്നത്. ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ്. നോമ്പല്ലാത്ത സമയം നമ്മൾ നോമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇളനീര് പായസം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ തന്നെ. അപ്പൊ ഹുസൈനാക്ക് എല്ലാം ഇവിടെ ഉണ്ട്. ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇവരിങ്ങോട്ട് എല്ലാം സംസാരിക്കുന്നതാണ്. അപ്പൊ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യേണ്ട, ഇതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണാറൊക്കെ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാം. പോവാൻ നമുക്ക് വീഡിയോയിലേക്ക്. അപ്പൊ ഞങ്ങൾ കോട്ടയ്ക്ക് ചെറിയൊരു പർച്ചേസിങ് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ നമ്മുടെ കുറുകത്താണ് മദീന സൂപ്പർ മാർക്കറ്റിന്റെ, അതുപോലെ ഹയാത്ത് ഓഡിറ്റോറിയത്തിന്റെ ഒക്കെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഹുസൈനാക്കാന്റെ എന്താണ് നിഹാസ് കഫേ. അപ്പൊ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി തന്നെ ഒരുപാട് വെറൈറ്റീസ്, വെള്ളങ്ങൾ, കാര്യങ്ങൾ, ജ്യൂസുകൾ, അതുപോലെ തന്നെ ഉപ്പിലിട്ട ഒരുപാട് ഐറ്റംസ്, എല്ലാം നാച്ചുറൽ, ഒന്നും നോക്കാനില്ല. ഇപ്പൊ നമ്മൾ വരുന്ന ഇതുവരെ ഇവിടെ പൊരിഞ്ഞ തിരക്കിരുന്ന് ഇപ്പൊ നമ്മളൊന്ന് ഫ്രീ ആയിട്ട് ആവുമ്പോ നമുക്കൊന്ന് സ്വസ്ഥമായിട്ട് കുടിക്കാച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്ന് പടയാണ്. അപ്പൊ കുറുകത്താണി കൂടി പാസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയേക്കോണെ നമ്മളെ ഹുസൈനാക്കാൻ്റെ എടുത്തിട്ടാ. ഓക്കെ, ഡൺ. ഈ മസാല നോക്കാം. കൊല്ലും തോന്നുന്നുണ്ട്, കൊറേ നേരം എന്നെ കൊന്നുകൊണ്ട് നോക്കി സാധനം പിടുത്തം വിടും. അവര് നോക്കിയാ പോരാ, അവര് നോക്കിയാ മതി. പിന്നെ ഇന്ന് വൈകുന്നേരം ഇറച്ചി മൂളയും തിന്നുന്നത്. നീക്ക് വേണ്ട എന്താണ്, നീക്ക് വേണ്ട നല്ല കഞ്ഞി വേണം, ചൂടുള്ള ചൂടുള്ള കഞ്ഞി ഞങ്ങൾക്ക് തരുന്നുണ്ട്. കഞ്ഞിക്കുള്ള ഞാൻ തരുന്നുണ്ട്. നമ്മളെ കൊന്നിട്ട് അടങ്ങുള്ളൂ. എന്ത് സംഭവം അറിയോ, ഇവിടെ നമ്മള് ഒരു 10 മണിക്ക് അല്ലെങ്കിൽ 9 മണി നോമ്പറിന് ശേഷം ഇവിടെ നിന്നാണ് വീഡിയോ കാര്യം എടുക്കാൻ പറ്റൂല. കാരണം അജ്ജാൻ ജനയിക്കാരൻ ഇവിടെ ഇത് നേരത്തെ ഇവിടെ എണ്ണടിച്ച പോകുമ്പോ കണ്ടാ ആറേ ആളാണ്. മാഷാ അല്ലാഹ്, അള്ളാഹു അങ്ങനെ തന്നെ ആക്കി തെറ്റേ. കോട്ടക്കിലും പോത്തൂരൊക്കെ പല സംഭവം ഉണ്ട്, പക്ഷെ അവിടുത്തെ കാട്ടും വെറൈറ്റിയാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ആ ഫ്ലക്സ് ഞാൻ എടുത്തു. ഇവിടുത്തെ ഐറ്റംസുകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അത് വേറെ ഐറ്റാ. ഓ, എനിക്ക് ക്യാമറ പിടിച്ചാൽ എങ്ങനെയുണ്ട്? ഇതാണ് സൂപ്പർ. അടച്ചോനെ, ഇത് കണ്ടില്ലേ നിങ്ങള്? അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവരാരും ഒന്നും നോക്കണ്ട, കാരണം എന്തായാലും നമ്മള് പല ഭാഗത്തും പോണില്ല. ജസ്റ്റ് ഒന്ന് നമ്മളെ കുറുകത്താണിയിൽ വരിക. നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഇത് ചെയ്യേണ്ടിന്ന്, അപ്പഴ ആളുകൾക്ക് ഇത് ഇതിലെ ഒരു മുന്നേ വരേണ്ടിയിരുന്നു. കാരണം അത് വൈകിപ്പോയി. കാരണം എത്തുള്ളൂ. നമ്മൾ കൊടുക്കണ ഐസ് വരെ ഇനിയിപ്പോ മുസ്തഫ അത് കാണിച്ചു കൊടുക്കുമ്പോ എല്ലാം കാണിച്ചു കൊടുക്കണം. ഇങ്ങോട്ട് ഉള്ളിൽ ഇവിടെ ഉപയോഗിക്കുന്ന ഐസിന്റെ കാര്യമല്ലേ. അപ്പൊ ഏതെങ്കിലും ലോക്കൽ ഐസുകളൊന്നും അല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ 1.5 ഇതിന്റെ കൂടുതൽ. അതെ. അപ്പൊ ഇത് കണ്ടില്ലേ മക്കളെ, ഇവിടെ ഉപയോഗിക്കുന്ന ഐസ് കമ്പനി ഐസാണ്, അല്ലാതെ മീൻ കച്ചവടം ചെയ്യുന്ന അവിടുന്ന് ഇവിടുന്നൊക്കെ മീൻകാരെ ഐസൊന്നും അല്ല കൊണ്ട് ഉപയോഗിക്കുന്നത്. പ്യൂർ ഐസ് അല്ല. എന്താണ് ഈ കമ്പനിന്റെ പേര്? അതെ. ഐസ് ക്യൂബാണ്. നല്ല ഫേവറേറ്റ്, നല്ല ക്വാളിറ്റി കൂടിയ സാധനം തന്നെയാണ് ഉപയോഗിക്കുന്നത്. കൊടുക്കുന്നത് അതാണ്. അപ്പൊ ഒന്നും നോക്കാനില്ല, ടാക്സ് ഉണ്ട്. ധൈര്യമായിട്ട് വന്ന് കണ്ടില്ലേ,
ഓക്കെ. ഇവിടുത്തെ ഇളനീർ പായസം ഏതായാലും നോമ്പ് കഴിഞ്ഞിട്ട് വരുന്നവർക്ക് കുടിക്കാം. ഞാൻ അവിടെ വീട്ടിൽ കൊണ്ടുവന്നില്ല. ആ, ഓർഡർ കഴിഞ്ഞ് ബൾക്കായിട്ടുള്ള ഓർഡറുകളൊക്കെ സ്വീകരിക്കുന്നതാണ്. ആ, പെരുന്നാൾ ഓർഡർ. പെരുന്നാൾക്ക് വേണമെങ്കിൽ ആവശ്യക്കാർക്ക് ഓർഡർ ചെയ്തോണ്ട് നമ്പർ ഈ വീഡിയോന് താഴെ കൊടുക്കുന്നുണ്ട്. സ്പെഷ്യലായിട്ട് ഇനിയിപ്പോ ഇത് ഹോം ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ട്. ആവശ്യക്കാര് ബന്ധപ്പെടാം. ഒരു മിനിറ്റ്, ഇതെന്താ ഉണ്ടാക്കാൻ പോണു സേക്ക? ഇതാണ് മാംഗോസ്റ്റിന്റെ പുളിയുള്ള ഇനം കൊണ്ട് വേഗം കുടിച്ചോ. ഞാൻ അങ്ങോട്ട് പറഞ്ഞ എപ്പോഴും കഴിഞ്ഞ പോലെ ഇവിടുത്തെ അടച്ചോനെ നിങ്ങൾ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞ കുറച്ച് കുടിച്ചാളാ. കുട്ടിമോൻ സാമ്പിൾ വയ്ക്കണ. എങ്ങനെയുണ്ട് നോക്ക്, എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് കുട്ടിമോനെ? ഇത് നോമ്പിന് മാത്രല്ല, ഇവിടെ നോർമലായിട്ട് എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഐറ്റംസ് ആണ് ഇവിടുത്തെ. ഇതിന്റെ പേര് പറഞ്ഞു കൊടുക്കുക എന്താന്നുള്ളത്. മാംഗോസ്റ്റീൻ അല്ല, അതായത് ഒരു നമ്മളെ ഇളനീറില്ല, ഇളനീറ് കുടിച്ച മരത്തിനുള്ള ഫീൽ ഉണ്ടാവും ഈ സാധനം. ആർക്കും ഒരു തെറ്റഭിപ്രായം സംസാരിക്കേണ്ടേ ഉണ്ടാവില്ല കേട്ടോ. കാരണം ഒന്നുമില്ല. കാരണം ഞാനിപ്പോ ഒരു അരമണിക്കൂർ മുമ്പ് ഞാന് 10 വർഷമായിട്ട് ഇങ്ങനെ തന്നെ പരിപാടി. രണ്ടാമത്താണ് പോപ്പുലറിന്റെ അവിടെ ആയിരുന്നു. പിന്നെ റോഡിന്റെ വിപുലീകരണമൊക്കെ വന്നപ്പോ ഇങ്ങോട്ട് മാറി. 3ാമത്തെ കൊല്ലാണ്. അതെ അതെ അതെ, എല്ലാവർക്കും അറിയാം ഒരു വിധം. അപ്പൊ ആവശ്യമുള്ളവര് ഇപ്പൊ പെരുന്നാളൊക്കെയാണ്, പാർട്ടി ഓർഡർ കാര്യങ്ങളൊക്കെ സ്വീകരിക്കും. നമ്മുടെ ഇളനീർ പായസം വേണ്ടവര് ഈ കാണുന്ന ഈ നമ്പറിൽ ബന്ധപ്പെട്ടാ സ്വീകരിക്കണ്ട്. അത് നിങ്ങളൊന്നും നോക്കണ്ട, ആണ്ട് വീട്ടിലേക്ക് എത്തിച്ചു തരുന്നതാണ്. ഹോം ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതെ തീർച്ചയായിട്ടും. അതെ. അപ്പൊ ഇത് നമ്മുടെ മലപ്പുറം എടരിക്കോട് പഞ്ചായത്ത് കുറുകത്താണിയിലാണ് ഇപ്പൊ ഉള്ളത്. ഇത് നിങ്ങൾ അറിയാതെ പോയരുത്. എന്തായാലും ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം. കാരണം ബാക്കി പിന്നെ നിങ്ങൾ ആയിക്കോളും. എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്താ, കാരണം ഇത് ഉപയോഗിക്കാതെ പോവില്ല. അതിന്റെ പേര് ശരിക്കും ഡ്രൈ ഫ്രൂട്ട് അല്ലേ? ഇതാണ് സാധനം. ബ്ലാക്ക് പ്ലം. പിന്നെ തേനെല്ലിക്കുണ്ട്, പക്ക ഐറ്റം തേനെല്ലിക്കുണ്ട്. പിന്നെ മുക്കുക. ഇതാവുമ്പോൾ എങ്ങണ്ട് തൊപ്പിട്ട്. അപ്പൊ നമ്മളിങ്ങനെ കോട്ടയ്ക്ക് പോകുന്ന പോലെ നേരെ പോകുന്ന നമ്മളെ ആരെടുത്താണ്? ഉസിയാക്കാൻ്റെ അടുത്ത്. ഏതായാലും നമ്മൾ കുറച്ച് വൈകി പോയി വരാനായിട്ട്. ഇതുണ്ട് നിങ്ങള് എന്തെല്ലാം ഐറ്റംസ് ഇവിടെ. ഇതുവരെ കാല് കുത്താൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഏതായാലും സമയം കുറെ. ഇപ്പൊ 11:30-12 മണിയായി തുടങ്ങി. ആൾക്കാരൊക്കെ കുറച്ച് ഒതുങ്ങി അല്ലേ? നമ്മളെ സുന്ദരക്കൂട്ടം കണ്ടില്ലെങ്കില് ഇപ്പൊ അവനൊപ്പം കറക്റ്റൊക്കെ നിക്കാൻ പറ്റിയ നല്ലൊരു ചെക്കനാണ് അല്ലേ? ഉഷാറല്ലേ? ആളും തുടക്കണേ. ഇതെന്താ ഐറ്റം? കുടിച്ചാ? അപ്പൊ നമ്മളെ കടുങ്ങാത്ത് കൊണ്ട് എടരിക്കോട് റോഡ് കൂടി പാസ് ചെയ്യുമ്പോ ഒന്നും നോക്കണ്ട. പ്രത്യേകിച്ച് ഈ നോമ്പ് കഴിയാൻ 4 ദിവസമുള്ളൂ. എല്ലാവരും ഇവിടെ ഒന്ന് കേറിക്കൊണ്ടിട്ട് എന്താ പാട് നോക്കി. എങ്ങനെയുണ്ടത്? 2 ഗ്ലാസ്സൊക്കെയുള്ള കയ്യില്. പേരും ടേസ്റ്റാ? ഇളഞ്ഞു ഒഴിഞ്ഞു പോലും ഇവിടുന്നിട്ടാ. 10-30 ഐറ്റം പല സാധനങ്ങളായിട്ടും ഉണ്ടല്ലേ? ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം എന്താണ്? സ്പെഷ്യലായിട്ടുള്ള സാധനം ഇവിടെ നോമ്പിന്റെ ഇതിലിപ്പോ സർവത്ത് തന്നെ. സർവത്തും ഇതൊക്കെ തന്നെ മെയിൻ ആയിട്ട് അത് ഓരോ ഫേവറേറ്റ് ഫ്ലേവർ ഉണ്ട്. ഫ്ലേവർ വേണ്ടിച്ചാൽ അത് അതെ.
പിന്നെ ഇത് മൂപ്പരന്റെ സ്വന്തമായിട്ട് തന്നെ പ്രൊഡക്റ്റ് ചെയ്യുന്ന ഐറ്റംസുകളാണ് ഇതിലുള്ള ഓരോ ഐറ്റംസുകൾ. ഇതൊക്കെ പുറത്തുനിന്ന് എടുക്കുന്നതാണ്. ഈ ബ്ലാക്ക്ബെറി, അതുപോലെ തന്നെ പിന്നെ തേനെല്ലിക്ക. അതെ, അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി അച്ചാറുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇതാ കണ്ടില്ലേ അല്ലേ? അച്ചാറിന്റെ പേരെന്താ? ടൂണച്ചാറാണ്. ആ, ഫിഷാണ്. അല്ലല്ല, പിന്നെ ഇളനീർ പായസം. ഇളനീർ പായസം നോമ്പ് കഴിഞ്ഞാൽ ഇവിടെ താഴത്ത്. അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ ശരിക്കും പേരെന്താ ശരിക്ക്? എവിടെ? ആ അതെ, നമ്മുടെ ഷോപ്പിന്റെ പേര് സഹാക്ക് എന്നാണ്. അപ്പൊ ഇവിടുത്തെ ഈ ഷോപ്പിന്റെ ഒരു സ്പെഷ്യൽ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇളനീർ പായസാണ്, ഇളനീർ ജ്യൂസ്. ഇളനീർ പായസം. അപ്പൊ സ്ഥലം മനസ്സിലായില്ലേ? ഒന്നും നോക്കണ്ട, കുറുകത്താണി റോഡാണ്. നമ്മുടെ കടങ്ങാത്തുകൊണ്ട് എടരിക്കോട്ടേക്ക് പോകുന്ന കുറുകത്താണി ടൗണിലാണുള്ളത്. ഹയാത്ത് ഓഡിറ്റോറിയം തൊട്ടടുത്താണ്. ഇതാ ഓക്കെ. അപ്പൊ നമ്മളെ ഹുസൈൻ മോനാണ്. മോനെ പേരെന്താ? ഇവൻ ആള് മാഷാ അല്ലാഹ് നല്ല ആക്റ്റീവാണ്. ഇവന്റെ കൂടെ കട്ടക്ക് നിൽക്കും. ഇവന് നല്ല മക്കളൊക്കെ ഇട്ടാ. അപ്പൊ ഇവിടുത്തെ ഐറ്റംസുകൾ ഇത് ചീന പറങ്കോളാണല്ലേ? ഹുസൈനത്തിന്റെ പേര് ചീന പറങ്കോളല്ലേ? അപ്പൊ വിദേശത്ത് നമുക്ക് കൊടുത്തേക്കണെങ്കിൽ അത് പാക്ക് ചെയ്തിട്ട് തരുന്നതാണ് ഈ ചീന പറങ്കോള്. തൂക്കം കൊടുക്കും. അവിടെ തൂക്കിയാണ്ട് കൊടുക്കും. അപ്പൊ ഐറ്റംസുകളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടാൽ ഇതാ കമ്പത വേറെ ചീന പറങ്കോള്. ഇവിടെ ചേര കണ്ണിമാങ്ങ ഉണ്ട്, അതുപോലെ തന്നെ മാങ്ങ ചെത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ പേരക്ക, അതുപോലെ ഒത്തിരി വെറൈറ്റികൾ ഒന്നൊന്നും പറയാനില്ല. ഇതിന്റെ പേരൊന്നും മുഴുവൻ എനിക്കറിയില്ല, കാരണം അത്യാവശ്യം അരിനെല്ലിക്ക, അതുപോലെ തന്നെ ബാക്കി വിധം ആള് പറയും. പേരെനിക്കറിയില്ല. അപ്പൊ ഇവിടുത്തെ ഐറ്റംസുകൾ എന്ന് വെച്ചാൽ ഒത്തിരി വെറൈറ്റികളാണ്. ഒന്നിക്കൊന്ന് ഏതാ എടുക്കേണ്ടത് നമുക്ക് ശരിക്കും കൺഫ്യൂഷൻ ആയി പോവും. ഇപ്പൊ തന്നെ ഞങ്ങൾ ഒരുപാട് ഐറ്റം കഴിച്ചാണ് വീഡിയോ ഇടങ്ങറായി. നമ്മൾ ഏതൊക്കെ കഴിക്കേണ്ടത് ആ കൺഫ്യൂഷൻ ആയിട്ട് ഐറ്റംസുകളൊക്കെ കണ്ടില്ലേ? അപ്പൊ ഇനി ഒന്നും നോക്കണ്ട. നമ്മൾ കടങ്ങാത്തോണ്ട് നമ്മൾ കോട്ടക്കൽ പോകുമ്പോൾ കുറേത്താണെങ്കിൽ എല്ലാവരും വരിക. ജസ്റ്റ് ഒന്ന് ഇവിടെ വന്ന് നിങ്ങൾ വന്നാൽ മതി. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. കാരണം നമ്മൾ ഇത് അറിയാതെ പോയല്ലോ എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അപ്പൊ എന്തായാലും ഡോണ്ട് മിസ്. ഓക്കെ, ഞങ്ങളെന്നെ വീഡിയോ എടുക്കാൻ വൈകി. അടിപൊളി.